നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നേരുന്നു. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജിയാണ് ഞാൻ ഡിവൈനോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഒരു ജനറൽ റീഡിംഗ് ആണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ളൊരു റീഡിംഗ് ആണ്. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അല്ലാതെ ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് ഇത് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിച്ച് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് വിശ്വാസത്തോടു കൂടി റീഡിങ് കാണുക. അതേപോലെ എൻ്റെ ചാനൽ റീഡിങ് സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒരുപാട് നന്ദി. എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനലിൽ പേഴ്സണൽ റീഡിംഗ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു റീഡിംഗ് എടുക്കുകയാണെങ്കിൽ അതുവഴി കൂടുതൽ വ്യക്തത വരികയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനലിൽ കൂടെ തന്നെയാണ് മൈ വേൾഡ് ചാനൽ എടുത്തിട്ട് അതിൽ മെമ്പർഷിപ്പിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് കയറാവുന്നതാണ്. ക്യാഷ് അടച്ച് കയറാവുന്നതാണ്. മെമ്പേഴ്സിന് ഞാൻ വീക്ക്ലി 2 കാർഡ് റീഡിങ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, അല്ലാത്തവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി ആയിട്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നോ കോണ്ടാക്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ കൂടെ തന്നെ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം, അകൽച്ചയിൽ കഴിയുന്ന വ്യക്തി ആയിരിക്കാം. പക്ഷേ ശരീരം കൊണ്ട് മാറി നിന്നിരുന്നാലും അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥാനമുണ്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു കാർഡ് കൊണ്ട് മനസ്സിലാക്കാം. അതെ, കിങ് ഓഫ് കപ്സ് ആണ്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനുള്ളിൽ നിങ്ങളോട് വളരെ വളരെ സ്നേഹമാണ്. ഏറ്റവും ഒരു ഉയർന്ന തലത്തിലാണ്, വൈകാരികമായിട്ടുള്ള ഉയർന്ന തലത്തിലുള്ള ഒരു സ്നേഹം തന്നെയാണ് അവർ നിങ്ങളോട് എപ്പോഴും സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ പക്വതയോട് കൂടിയാണ് അവരിപ്പോൾ കാര്യങ്ങൾ ചിന്തിച്ച് കാണുന്നതും പ്രവർത്തിക്കുന്നതും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ, വൈകാരികമായിട്ടുള്ള കാര്യത്തിൽ. അതേപോലെ ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത്. അത് ചിലപ്പോൾ അത് പുറമേ കാട്ടിയെന്ന് വരില്ല. ഒരുപാട് സംഘർഷങ്ങളിലൂടെയും വേദനാജനകമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെയും ഒക്കെയാണ് അവരിപ്പോൾ 10 ആണ് വന്നിരിക്കുന്നത്. ഒരു പെയിൻഫുള്ളായിട്ടുള്ള ഒരു നഷ്ടം, അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം. പക്ഷെ പുള്ളുകൊണ്ട് അവരത് പ്രകടിപ്പിക്കത്തില്ല. കാരണം അവരുടെ മനസ്സിലിപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്ഥാനമുണ്ട്. ഒരുപക്ഷെ അവരുടെ തിരിച്ചറിവുകളാവാം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ മൂല്യം ഉയർത്തി കാട്ടുന്നത് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വില. അവർക്ക് 8 ഓഫ് വാണ്ട്സ് മനസ്സുകൊണ്ട് ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവാണ് അവരാഗ്രഹിക്കുന്നത്. 8 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരണം എന്ന് തന്നെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നു. ഒരു ഫയർ എലമെൻറ്റ് മനസ്സിനകത്ത് ആവേശത്തോടു കൂടി തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് അതിനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത്? വീണ്ടും വാൺസിൻ്റെ എനർജിയാണ്. 3 ഓഫ് വാൺസ്. അതിനുള്ളൊരു സമയമായിട്ടില്ല. എന്തൊക്കെയോ കണക്കുകൂട്ടലിലാണ് അവർ. 2 മനസ്സിൽ മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്നൊക്കെയുള്ള
ശക്തമായിട്ട് മുന്നോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ മനസ്സ് പിന്നെയും പിന്നോട്ട് വലിക്കുന്നത് പോലെ. ആലോചിച്ച് തീരുമാനം എടുക്കുക. ഇപ്പോൾ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇപ്പോൾ നടത്തിക്കഴിഞ്ഞാൽ അത് ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു മനസ്സോടുകൂടി ഇപ്പം എന്ത് പ്രവൃത്തി ചെയ്താലും അവർ ആലോചിച്ച് ചിന്തിച്ചിട്ടേ പെരുമാറുകയുള്ളൂ എന്നുള്ളതാണ് കാണുന്നത്. അതെ, ഇനിയും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അവരുടെ ലൈഫിൽ. എന്നിട്ട് അവരാലോചിക്കുന്ന അതാണ്, എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ജീവിതത്തിൽ ഇനി തുടർന്ന് മുന്നോട്ട് ജീവിക്കുമ്പോൾ ഇനി ഒരു പ്രശ്നങ്ങൾ കടന്നു വരാനായിട്ടും ഇനിയും ആവർത്തിച്ച തെറ്റുകൾ പിന്നെയും ആവർത്തിക്കാനായിട്ടും അവർ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് 100% അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ എന്നിട്ടേ അവർ മുന്നോട്ട് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുള്ളൂ. എടുത്ത് ചാടി ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് എനിക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് കഴിയുന്ന ചില വ്യക്തികളായിരിക്കാം. അങ്ങനെയൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, ഏസ് ഓഫ് പെൻറ്റിക്കിൾസും വന്നിട്ടുണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ സേഫ്റ്റിയും വരുത്തണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനും കൂടെ വേണ്ടി അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂടെ വരുമ്പോൾ വീണ്ടും പഴയതിലും നല്ല രീതിയിൽ ജീവിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം 100% അത് നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിന്ന്. ആ തെറ്റെല്ലാം തിരുത്തി അവർക്ക് നിങ്ങളിലോട്ട് വരണം. നിങ്ങളെ കൂടുതൽ സന്തോഷവതിയാക്കി അല്ലെങ്കിൽ സന്തോഷവാനാക്കിയിട്ട് അവർക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ അവരിപ്പം ആഗ്രഹിക്കുന്നത്. ഏറ്റവും മികച്ചത് തന്നെ നിങ്ങൾക്ക് നൽകണം എന്നാണ് അവരുടെ ആഗ്രഹം. അതാണ് എനിക്ക് ഫസ്റ്റ് തന്നെ കിങ് ഓഫ് കപ്സും പേജ് ഓഫ് കപ്സും വന്നത്. മാറി നിന്നിരുന്നാലും മനസ്സ് നിറയെ ഇപ്പം നിങ്ങളാണ്. നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകണം, ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളെ വെക്കണം എന്ന് തന്നെയാണിപ്പോൾ മനസ്സിനെ അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതെ, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് ഇപ്പോൾ അവരുടെ മൈൻഡിലുള്ളത് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് നീതി നിഷേധിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ അവർ ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി 100% സത്യസന്ധതയോടുകൂടി, ഒരു അബൻഡൻസോടുകൂടി, ഫിനാൻഷ്യൽ ഫ്രീഡത്തോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് നൽകണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലിപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് അവർ മുന്നോട്ടിപ്പോൾ ചെയ്യുന്നത് എന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെ പക്വതയോടുകൂടിയും ബുദ്ധിപരമായും ആണ് ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എടുത്തു ചാടി ഇനി അതെ, ലവേഴ്സ് കാർഡ് വന്ന് അവർക്ക് ഈ ഒരു റിലേഷൻ വേറെ ഒരു റിലേഷനകത്ത് കൂടെ അവർ ചെന്ന് പെട്ടിട്ടുണ്ട്. അതാണ് അവർക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിനകത്ത് അകപ്പെട്ട് നിങ്ങളിൽ നിന്നൊരു സെപ്പറേഷൻ ആവാൻ കാര്യവും നിങ്ങളിൽ നിന്ന് ഈ ഒരു അകൽച്ച വന്നതും നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അവർ ആ ഒരു സാഹചര്യത്തിലോട്ട് പോയതിനാലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ചേർന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വന്നതും അവരിപ്പോൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, പെയിൻ അനുഭവിക്കുന്നതും ഒക്കെ ഈ ഒരു സാഹചര്യം കൊണ്ടും ആവാം. അതെ, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഭയത്തോടു കൂടി അവർ നിൽക്കുന്നത്. അവർ വിജയിച്ച് നിൽക്കുന്നവരാണ്, അവർ സക്സസ്സോട് പോയി ജീവിച്ചവരാണ്, എവിടെ ചെന്നാലും ജീവിക്കാൻ പഠിച്ചവരുമാണ്. പക്ഷേ ഈ ഒരു റിലേഷനെ, അവരുടെ കൂടെയുള്ള ആ ഒരു റിലേഷനെ അവരൊരു ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ നോക്കി കാണുന്നതും അവർ നിൽക്കുന്നതും. അത് വളരെ ഒരു ഡേഞ്ചർ സിറ്റുവേഷനായിട്ട് അവർ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞല്ലോ, ആലോചിച്ച് തീരുമാനിച്ചിട്ടേ അവർക്ക് എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്വതയോടുകൂടി. അതാണ് നിങ്ങളിലോട്ട് തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടും അത് പിന്നോട്ട് വലിക്കുന്നത്, മുന്നോട്ട് പോവാനായിട്ട് അത് സാധിക്കാത്തതിൻ്റെ ഒരു തടസ്സം അതാണ്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവർ നല്ല രീതിയിൽ ഭയക്കുന്നുണ്ട്. ചിലപ്പം വല്ല ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആവാം, ചിലപ്പം മറ്റെന്തെങ്കിലും സാഹചര്യമാവാം. അതിൽ നിന്നെല്ലാം ഒരു പൂർണ്ണമായിട്ടെല്ലാം റിക്കവറായിട്ട്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇനി ഒരു
ലൈഫ് നിങ്ങൾക്ക് തരുമ്പോൾ അത് 100% ഹെൽത്തി റിലേഷൻഷിപ്പ് ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിന് ഇടയിലുള്ള പ്രതിസന്ധികളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് വേണം, അല്ല മറികടന്നിട്ട് വേണം അവർക്ക് മുന്നോട്ട് വരാൻ. നാളെ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ വീണ്ടും ആ ഒരു റിലേഷൻ്റെ പേരിൽ ഒരു വഴക്കോ ഒരു തർക്കങ്ങളോ ഉണ്ടാവരുതെന്ന് അവർ 100% ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ് അവരുടെ മനസ്സിൽ. അതിനുള്ള വഴികളാണ് അവർ മനസ്സുകൊണ്ട് ആലോചിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് 8 ഓഫ് സോൾസ് ആണ് വന്നത്. സ്വയം കണ്ണ് കെട്ടിയ ഒരവസ്ഥയിൽ അവർ സ്റ്റക്കായിട്ടാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ അവർ ജീവിക്കുന്നത്. കാരണം അവരായിട്ടെടുത്ത് വെച്ച ഒരു റിലേഷനാണത്. ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരുന്നു എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. അവർ എടുത്ത് ചാടിയ ഒരു ചിന്താഗതി ആവട്ടെ, പ്രവൃത്തിയാവട്ടെ, അത് ഒരു നെഗറ്റീവായിട്ടുള്ള ഇതായിരുന്നു അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അപ്പം അതിനകത്ത് തന്നെ അവർ സ്വയം ബന്ധിതനായി നിൽക്കുന്നത് പോലെയാണ് അവർ നിൽക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് പറഞ്ഞത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവർ നല്ല രീതിയിൽ ഭയത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സ്വയം ഒരു കണ്ണ് കെട്ടിയ ഒരവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. 10 ഓഫ് സോൾസ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് പെയിൻ അതിനകത്ത് കിടന്നവർ അനുഭവിക്കുന്നുണ്ട്. അവർക്കൊരു തീർച്ചയായും ഇതിനെല്ലാം പക്വതയോടുകൂടി ഒരു ആക്ഷൻ എടുക്കണം. ഒരു മെൻ്റൽ എനർജി വേണം. അതാണ് ശരിക്കും വേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ വേണ്ടത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അവർക്ക് വേണ്ടുന്നത്. ഒരു മനസ്സ് തുറന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ മനസ്സ് മുഴുവൻ ടെൻഷനും ഓവർ തിങ്കിങ്ങും ഒക്കെയാണ്. അപ്പം മനസ്സിനകത്ത് ഏസ് ഓഫ് വാൺസ് ഒരു അഗ്നിയുണ്ട് അവർക്ക്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കും. അതിന് വേണ്ടിയിട്ട് അവർ സോഴ്സ് ക്ലാരിറ്റിയാണ് അതിന് വേണ്ടുന്നത്. വ്യക്തത വേണം, കാര്യങ്ങൾക്ക് വ്യക്തത വേണം. അതേപോലെ എന്താണെന്നുള്ളൊരു ന്യൂ ഐഡിയ, ഒരു മെൻ്റൽ പവർ, അതിനുള്ളൊരു അഗ്നി, ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണം, ഒരു ന്യൂ ബിഗിനിങ്. അതാണ് അവരുടെ മനസ്സിൽ. എങ്ങനെയെങ്കിലും അത് ബുദ്ധിപൂർവ്വം ആക്ഷൻ എടുത്ത് മനസ്സുകൊണ്ട് ബുദ്ധി കൊണ്ട് ആക്ഷൻ എടുക്കണം, മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് അത് പ്രവൃത്തിയിലാക്കണം എന്നാണ് അവരുടെ ചിന്ത മുഴുവൻ. മനസ്സിലായോ? അപ്പം ബുദ്ധിപൂർവ്വം വേണം ഈ ഒരു ട്രാപ്പിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കിയെടുക്കണം. തീർച്ചയായും അതിന് സാധിക്കും എന്ന് തന്നെ കാണുന്നുണ്ട്. സൺ കാർഡാണ് വന്നത്. അതിന് ദൈവാനുഗ്രഹവും അവർക്കുണ്ട്. ഒരു സ്പിരിച്വൽ കണക്ഷനും ഉണ്ട്. കാരണം സത്യത്തിൻ്റെ പാതയിൽ എപ്പോഴും ദൈവത്തിൻ്റെ കൂട്ട് കാണും എന്ന് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാം. ദ സൺ കാർഡാണ് വന്നേക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ ഒരു ഒപ്പ് കൂടെ ഉണ്ടാവും. അതിനവരെ വഴി തെളിക്കും. അതിനുള്ള വഴി ഈശ്വരൻ അവർക്ക് തെളിയിച്ച് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അവരുടെ തെറ്റുകൾ അവരിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ദ വേൾഡ്, അവരിപ്പോൾ നിൽക്കുന്ന ആ ഒരു ബാഡായിട്ടുള്ള ആ ഒരു സർക്കിൾ അവസാനിക്കാനുള്ള സമയമായി. ദ വേൾഡ് കാർഡാണ് വന്നത്. ഒരു എന്താ പറയുക, ഒരു കംപ്ലീഷൻ, ഒരു ഫുൾഫിൽമെൻറ്റ്, ഒരു എന്താ പറയുക, പുതിയ ഒരു വഴി, പുതിയ ഒരു ഇതിലോട്ട് ആണ് ഈ ഒരു അവരുടെ മനസ്സിലെ ആഗ്രഹം തുറക്കപ്പെടാനായിട്ട് പോകുന്നത്. അത് വളരെ സക്സസ് തന്നെ ആയിരിക്കും എന്ന് തന്നെ നമുക്കിവിടെ ഉറപ്പിച്ച് പറയാം. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് അവർ ഗഹനമായിട്ട് ചിന്തിക്കുന്നതും ആലോചിച്ച് പ്രവർത്തിക്കുന്നതും. അപ്പം ദ മൂൺ കാർഡാണ് എനിക്കിവിടെ കിട്ടുന്ന ബോട്ടമായിട്ട്. മനസ്സിനകത്ത് മുഴുവൻ ഉറക്കമില്ല. ഇപ്പോൾ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് അവർക്കിപ്പോൾ കിട്ടുന്നത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഒരു ഭയത്തോടു കൂടിയും അല്ലെ ബുദ്ധിപരമായിട്ടും ഏതൊക്കെ രീതിയിലും അവർ ഇത് തന്നെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, പക്ഷേ കറണ്ട് സിറ്റുവേഷനായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോടുള്ള സ്നേഹം എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു പുറമേ കാട്ടുന്നില്ലായിരിക്കാം. അത് ഒരു എന്താ പറയുക, ചിലപ്പോൾ ഒരു സർപ്രൈസായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂ ബിഗിനിങ്, ഒരു സുപ്രഭാതത്തിൽ ഒരു ദ സൺ കാർഡ് എന്ന് പറയും, പുതിയ ഉദയം, ഒരു സുപ്രഭാതത്തിലെല്ലാം കലങ്ങി മറിഞ്ഞെല്ലാം സന്തോഷപൂർവ്വമാവും. പഴയ ഒരു ജീവിതത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്ന് തന്നെ എനിക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ ചിലവരുടെ ഒരു എനർജിയാണ്. ഒരു തെറ്റായിട്ടുള്ള പാതയിലോട്ട് പോയിട്ട് തിരിച്ചറിവ് വന്ന ചില വ്യക്തികളുടെ ഒരു ചിലപ്പോൾ ഫാമിലി ആയിട്ടുള്ളവരായിരിക്കാം, ചിലപ്പോൾ ഫാമിലി കളഞ്ഞിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ പോയത്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യമായിരിക്കാം. അപ്പം അതിൽ നിന്നൊക്കെ തിരിച്ചു വരണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട്
ഒരുപാട് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇന്നെനിക്ക് ടാരോയിലൂടെ ഡിവൈൻ എനർജിയിലൂടെ എനർജി എനിക്ക് കാണിച്ചു തരുന്നത്, യൂണിവേഴ്സ് എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. പോസിറ്റിവിറ്റി നിങ്ങൾ കണക്ട് ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. അതേപോലെ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരു വ്യക്തത വരികയും യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ കാണാം. താങ്ക്